ആട് ഫ്രാഞ്ചൈസിയുടെ മൂന്നാം ഭാഗമായ ആട് 3യുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോ. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സിനിമയിൽ 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. 2300-ലെ ഭാവി കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഇന്ദ്രൻസിന്റെ ബാബ എന്ന കഥാപാത്രം തുടക്കത്തിൽ പറയുന്നുണ്ട്, ലോകം മുഴുവൻ ഓർഗനൈസേഷൻ എന്ന ഒരു പ്രൈവറ്റ് എന്റിറ്റിയുടെ നിയന്ത്രണത്തിലാണെന്നും അവർക്കെതിരെ ഇന്ദ്രൻസിന്റെ സംഘം വർഷങ്ങളായി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും അവരുടെ റൂമിന്റെ സമീപത്തായി കാണിക്കുന്ന ആയുധങ്ങളുടെ ചിത്രങ്ങൾ ഇതിന്റെ സൂചനയാണ്. എന്നാൽ ഓർഗനൈസേഷൻ എന്ന വൻശക്തി കാലത്തെയും സമയത്തെയും കീഴടക്കിയത് ഒരു സ്റ്റാർഡസ്റ്റ് അഥവാ നിഗൂഢമായ ഒരു അപൂർവ ശില കൈക്കലാക്കിയിട്ടാണെന്നും പറയുന്നുണ്ട്. എന്നാൽ വളരെ ശക്തിയുള്ള ആ ഒരു സ്റ്റാർഡസ്റ്റ് ഇന്ന് ഷാജി പാപ്പന്റെയും സംഘത്തിന്റെയും കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനമാണ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത്. ഈ ടൈം ലൈനുകളെല്ലാം കറക്റ്റ് ചെയ്ത് ആ സ്റ്റാർഡസ്റ്റ് ഷാജി പാപ്പനും സംഘവും കൃത്യമായി ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കാം ഈ സിനിമയുടെ അവസാന ഭാഗത്തിലെ കോർ കണ്ടന്റ്. രണ്ടാമത്തെ കാലഘട്ടമാണ് പ്രസന്റ് ടൈം അഥവാ 2025-ലെ സമയം. ധർമ്മജനെ രക്ഷിച്ചുകൊണ്ടുവരുന്ന വഴിയിൽ ഷാജി പാപ്പൻ ഒരു ദർശനം കാണുന്നു. അതിനെ ഒരു പ്രീകോഗ്നിഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആകാശത്തു നിന്നും ധാരാളം അമ്പുകൾ തന്റെ നേർക്ക് പതിക്കുന്നതാണ് ഷാജി പാപ്പൻ കാണുന്ന ദർശനം. ഇത് വാസ്തവത്തിൽ മറ്റൊരു ടൈം ലൈനിൽ നടക്കുന്ന ഒരു യുദ്ധത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു യുദ്ധം ഈ സിനിമയുടെ അടുത്ത പാർട്ടിലാണ് കാണിക്കത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. സാത്താൻ സേവ്യറുടെ കസിൻ മ്യൂസിയത്തിലെ മധ്യ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ബുക്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കീറിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തിരുവിതാംകൂറിലെ ജയസൂര്യയുടെ പത്മനാഭ രാജാവ് അവിടെ പണി കഴിപ്പിക്കുന്ന നാഗത്താൻ പാലവും ആ രാജകുടുംബത്തിന് തലമുറകളായി കൈമാറി കിട്ടിയ അമൂല്യ വസ്തുവിനെക്കുറിച്ചും ആ പേപ്പറിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ പേപ്പറിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പോർച്ചുഗീസ് ഭാഷയിലാണ്. അതിനർത്ഥം ആ ഒരു അമൂല്യ വസ്തുവിനെക്കുറിച്ച് ലോകത്തിലുള്ള പല ആളുകൾക്കും അറിയാമെന്നും ആ വസ്തു അന്വേഷിച്ച് പലപ്പോഴായി പല ആളുകൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അമൂല്യ വസ്തുവിനെക്കുറിച്ച് പറയുന്ന പേപ്പർ കൈക്കലാക്കിയതിനു ശേഷം ആ വ്യക്തി സാത്താൻ സേവ്യറോട് നീ അന്വേഷിച്ച് നടന്ന എൽഡൊറാഡോ ഇതാണെന്ന് പറയുന്നുണ്ട്. എൽഡൊറാഡോ എന്നത് 1700-കളിൽ തെക്കേ അമേരിക്കയിൽ സ്വർണത്താൽ നിർമ്മിതമായ അതിസമ്പന്നമായ നഗരമുണ്ടെന്നും അതന്വേഷിച്ച് ഒരുപാട് സ്പാനിഷ് പരിവേഷകർ വന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. അതിന് സമാനമായ രീതിയിലാണ് പത്മനാഭ രാജാവ് പണിത നാഗത്താൻ പാലത്തിലെ ആ ഒരു അമൂല്യ വസ്തു അന്വേഷിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ കേറ്റ് ലാറ എന്ന പോർച്ചുഗീസുകാർ പറയുന്നുണ്ട്, ഞാൻ വേറൊരു ഓർഗനൈസേഷന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്ന്. ഇനി പാസ്റ്റിലേക്ക് വരുമ്പോൾ 1790-ൽ ഇതേ കേറ്റ് ലാറ കസാന്ദ്ര എന്ന കഥാപാത്രമായി വരുന്നത് പത്മനാഭ രാജാവിന്റെ കയ്യിലുള്ള ആ ഒരു അമൂല്യ വസ്തു തട്ടിയെടുക്കാനാണ്. ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റിലും പ്രസന്റിലും ഈ പോർച്ചുഗീസുകാർ വന്നിരിക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ ഇന്ദ്രൻസ് പറഞ്ഞ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി പണിയെടുക്കാനാണ്. ആ ഒരു ഓർഗനൈസേഷൻ അവർക്ക് നഷ്ടപ്പെട്ട സ്റ്റാർഡസ്റ്റ് തിരികെ കിട്ടാൻ വേണ്ടി പ്രസന്റിലേക്കും പാസ്റ്റിലേക്കും ആളുകളെ അയക്കുന്നുണ്ട്. സിനിമയിലെ ജയസൂര്യയുടെ പത്മനാഭ രാജാവ് കൊട്ടാരത്തിൽ വീണ ശേഷം നടുവേദന ഉണ്ടാകുന്നുണ്ട്. ആ സമയം കൊട്ടാര വൈദ്യൻ പറയുന്നുണ്ട് രാജാവിന്റെ 8 തലമുറയ്ക്ക് വരെ ഈ നടുവേദന പകർന്നു കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പത്മനാഭന്റെ പിൻതലമുറക്കാരനായ ഷാജി പാപ്പനും എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത നടുവേദന ഉണ്ടായത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് പത്മനാഭ രാജാവ് ഹിന്ദുവാണ്, എന്നാൽ ഷാജി പാപ്പനോ ക്രിസ്ത്യാനിയും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തലമുറക്കാരനാവുന്നത് എന്നല്ലേ? ഇതിന്റെ ഉത്തരവും വീഡിയോയുടെ ക്ലൈമാക്സിൽ ഉൾപ്പെടുത്താം. സിനിമയുടെ പാസ്റ്റിൽ സാമൂതിരിയെ കീഴടക്കി ടിപ്പുവിന്റെ പടനായകൻ അസം ഖാൻ വരുന്നതായി കാണിക്കുന്നുണ്ട്. തന്റെ വരവ് ലോകം മുഴുവൻ അറിയിക്കാൻ വേണ്ടി അസം ഖാൻ ഒരു വലിയ പീരങ്കി കത്തിച്ചു വിടുന്നുണ്ട്. അതാണ് സിനിമയിൽ പറയുന്ന മൈസൂർ റോക്കറ്റ്. സിനിമയുടെ ട്രെയിലറിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ടിപ്പുവിന്റെ ആ ഒരു ഉപകരണം നോക്കി അത് മൈസൂർ റോക്കറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധസമയത്ത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു യുദ്ധ ഉപകരണമാണ് മൈസൂർ റോക്കറ്റ്. 2 കിലോമീറ്റർ ദൂരപരിധി വരെ കൃത്യമായി എതിരാളിയെ അറ്റാക്ക് ചെയ്യാൻ പാകത്തിനുള്ള വെടിക്കോപ്പ് നിറച്ച യുദ്ധ ഉപകരണമാണ് മൈസൂർ റോക്കറ്റ്. മൈസൂർ റോക്കറ്റ് പോലുള്ള അത്യാധുനിക ഉപകരണം ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൈകളിലൊന്നും ഇല്ലായിരുന്നു എന്നതാണ് ചരിത്രം. ഇത് ശരിയാണെന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് സണ്ണി വെയിന്റെ ബ്രിട്ടീഷ് ഓഫീസറുടെ കഥാപാത്രം പത്മനാഭ രാജാവിനോട് പറയുന്നുണ്ട് ടിപ്പുവിന്റെ കയ്യിലുള്ള മൈസൂർ റോക്കറ്റ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പോലും ഇല്ല എന്ന്. ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ മൈസൂർ റോക്കറ്റ് തന്നെയാണ് ടിപ്പുവിന്റെ പടനായകനായ വിനായകന്റെ അസം ഖാൻ പത്മനാഭന്റെ പടയ്ക്ക് നേരെ സിനിമയിൽ ഉപയോഗിക്കുന്നത്. സിനിമയിലെ മറ്റൊരു ഭാഗത്ത് ഇന്ദ്രൻസിന്റെ പി ശശിയുടെ ഇൻട്രൊഡക്ഷൻ സീനിൽ അദ്ദേഹത്തിന്റെ ചില ഡയലോഗുകൾ എം മണി അടുത്ത കാലത്ത് ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞ ഒരു ഡയലോഗ് അതേപടി റെഫറൻസ് ആയി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ക്ഷേമ പെൻഷനും വാങ്ങി തിന്നിട്ട് നാണമില്ലാതെ മാറ്റിക്കുത്തി ഒന്നാം തരം പെൻഷൻ മേടിക്കുക എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നാഗത്താൻ പാലത്തിന്റെ അടിയിൽ അത്ഭുത ശക്തിയുള്ള വസ്തു ഉണ്ടെന്നറിഞ്ഞ് എല്ലാവരും വരുമ്പോൾ ആ വസ്തു അവിടെയൊന്നും കാണുന്നില്ല. പാലം പണിയുന്ന സമയത്ത് തന്നെ പത്മനാഭ രാജാവ് ബുദ്ധിപൂർവ്വം അത് മറ്റെവിടെയോ മാറ്റിവെച്ചിരുന്നു.
ആ ഒരു വസ്തു വേറെ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ അത് ലോകത്തിന്റെ അവസ്ഥയെ തന്നെ മാറ്റാൻ സാധിക്കുന്നത് കൊണ്ടാണ് തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അത് മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് രാജാവ് ഒളിപ്പിച്ചു വെച്ചത്. വിജയ് ബാബുവിന്റെ വറീദ് മാപ്പിള പത്മനാഭ രാജാവിന് കൊടുക്കുന്ന കത്തിൽ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്: കാടിന് നടുക്കുള്ള ഒരു കൽത്തൂണാണ് അടയാളമെന്ന്. പിന്നീട് പാസ്റ്റിലെ പത്മനാഭ രാജാവും അസം ഖാനും പ്രസന്റിലെ ഷാജി പാപ്പനും ഡ്യൂഡും തമ്മിലുണ്ടാവുന്ന ഫൈറ്റ് സമയത്ത് ആ കൽത്തൂൺ നാട്ടിയ അതേ സ്ഥലത്ത് വെച്ചാണ് ഇവർ രണ്ടുപേരും ടൈം ലൈൻ ക്രോസ് ചെയ്യുന്നത്. ടൈം ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഇടിമിന്നൽ ഉണ്ടാവുകയും നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്റ്റാർഡസ്റ്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം പത്മനാഭ രാജാവ് ആ ഒരു അമൂല്യ വസ്തു ആ കൽത്തൂണിന്റെ സമീപത്ത് എവിടെയാണ് രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. സിനിമയിലെ മറ്റൊരു ഭാഗത്തായി ഷാജി പാപ്പനോട് മന്ത്രവാദി പറയുന്നുണ്ട് ഷാജി പാപ്പൻ ഭാവിയിൽ കുതിരപ്പുറത്ത് കയറി ഒരുപാട് പോരാടി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നും ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഷാജി പാപ്പന്റെ കയ്യിലായിരിക്കുമെന്ന്. സ്റ്റാർഡസ്റ്റ് കിട്ടിയതിനു ശേഷം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല, പാസ്റ്റിലും പ്രസന്റിലും ഷാജി പാപ്പന്റെ കഥാപാത്രം യുദ്ധം ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ചായിരിക്കാം പറഞ്ഞത്. മന്ത്രവാദി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്: കൂടെയുള്ളവർ മരണപ്പെട്ടു പോയേക്കാമെന്ന്. സിനിമയുടെ എൻ ക്രെഡിറ്റിൽ ഭാവിയിൽ ഷാജി പാപ്പൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്റെ കൂടെയുള്ള എല്ലാ കഥാപാത്രങ്ങളും മരിക്കാറായി കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് സൈജു കുറുപ്പിന്റെ കഥാപാത്രം പാപ്പൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹം രാജൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ആ ഡയലോഗ് മാറ്റി പാപ്പൻ എന്ന് റീഡബ് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ക്ലൈമാക്സിൽ ഷാജി പാപ്പനും ഡ്യൂഡും തമ്മിൽ ടൈം ലൈൻ ക്രോസ് ചെയ്തപ്പോൾ ഡ്യൂഡ് പാസ്റ്റിലേക്കും പത്മനാഭ രാജാവ് പ്രസന്റിലേക്കും വന്നു. അപ്പോൾ ശരിക്കും ഷാജി പാപ്പൻ എങ്ങോട്ടേക്കായിരിക്കും ടൈം ലൈൻ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കുക? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഷാജി പാപ്പൻ ടൈം ലൈൻ ക്രോസ് ചെയ്ത് പത്മനാഭ രാജാവിന്റെ കാലത്തേക്ക് പോയി ടിപ്പു സുൽത്താനുമായി യുദ്ധം ചെയ്യുന്നുണ്ടായിരിക്കും. അതായിരിക്കാം ക്ലൈമാക്സിലെ എൻ ക്രെഡിറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ സിനിമയുടെ അടുത്ത പാർട്ടിലെ ഹൈപ്പ് കിട്ടുന്നതിന് വേണ്ടിയായിരിക്കാം രാജൻ എന്ന പേര് മാറ്റി അവിടെ പാപ്പൻ എന്നാക്കിയത്. അതായത് ഷാജി പാപ്പൻ ടൈം ലൈൻ ക്രോസ് ചെയ്ത് പോയി ഇനി എന്തോ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്നൊരു ഫീല് പ്രേക്ഷകർക്കിടയിൽ കൊടുക്കാൻ വേണ്ടിയായിരിക്കാം അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ക്ലൈമാക്സിൽ ജയസൂര്യയുടെ നേർക്ക് വരുന്ന അമ്പുകൾ തന്നെയാണ് ധർമ്മജനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഷാജി പാപ്പൻ ദർശനത്തിലൂടെ കാണുന്ന അമ്പുകൾ. തന്റെ നേർക്ക് വരുന്ന അമ്പുകൾ തടുക്കാൻ വേണ്ടി ഒരുപക്ഷെ ധർമ്മജന്റെ കഥാപാത്രം വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല സാഹചര്യങ്ങളിലും ധർമ്മജന്റെ കഥാപാത്രം നിസ്സഹായ അവസ്ഥയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല, സിനിമയിലെ ഒരു ഭാഗത്തായി ഷാജി പാപ്പന്റെ കഥാപാത്രം ധർമ്മജനെ കളിയാക്കി പറയുന്നുണ്ട്: പറ്റുമായിരുന്നെങ്കിൽ ടൈം ട്രാവൽ ചെയ്തു പോയി നിന്നെ ഉണ്ടാക്കാതിരിക്കാമായിരുന്നുവെന്ന്. ധർമ്മജനോട് തമാശയായിട്ട് അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ധർമ്മജൻ ഷാജി പാപ്പന് വേണ്ടി ചെയ്യുമായിരിക്കുമെന്ന് ഊഹിക്കാം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഫാക്ട് പറയാം. ചരിത്രം നോക്കുകയാണെങ്കിൽ ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ വന്ന് തോറ്റുപോയത് 1790-ലാണ്. ടിപ്പു സുൽത്താനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് വൈക്കം പത്മനാഭ പിള്ളയാണ്. അദ്ദേഹം തിരുവിതാംകൂർ രാജവംശത്തിലെ കമാൻഡർ ആയിരുന്നു. ഇനി ആട് 3ലേക്ക് വരുമ്പോൾ ടിപ്പു സുൽത്താനുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്ന ജയസൂര്യയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? പത്മനാഭൻ എന്നാണ്. സിനിമയിൽ പറയുന്ന വർഷം ഏതാണ്? 1790. ഇതേ 1790 തന്നെയാണ് റിയൽ ലൈഫിൽ ടിപ്പു സുൽത്താനും പത്മനാഭ പിള്ളയും തമ്മിൽ യുദ്ധം ഉണ്ടായത്. പത്മനാഭ പിള്ള ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ടിപ്പുവിന്റെ കാലിൽ വെട്ടി മുറിവുണ്ടാക്കി അതിന്റെ സ്മാരകമായിട്ടാണ് ഒരു ക്ലോക്ക് തിരുവനന്തപുരത്തെ പത്മനാഭ ക്ഷേത്രത്തിന് അടുത്തുള്ള കൊട്ടാരത്തിൽ തൂക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പത്മനാഭൻ എന്ന പേരുള്ള ജയസൂര്യയുടെ കഥാപാത്രം ടിപ്പുവുമായി യുദ്ധം ചെയ്ത് ടിപ്പുവിനെ തോൽപ്പിക്കുന്നത് ഒരു റെഫറൻസ് ആയി ഉൾപ്പെടുത്തുമായിരിക്കും. ഇനി സോഷ്യൽ മീഡിയയിൽ വളരെ തമാശ രൂപേണ പല ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഹിന്ദുവായ പത്മനാഭ രാജാവിൽ നിന്നും ക്രിസ്ത്യാനിയായ ഷാജി പാപ്പനിലേക്ക് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്ന്. ശരിക്കും അതിന് വലിയ ലോജിക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം രാജാവിന്റെ തലമുറയ്ക്ക് ശേഷം ഒരുപാട് റിലീജിയസ് കൺവേർഷൻസ് കേരളത്തിൽ 19ാം 20ാം നൂറ്റാണ്ടുകളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഷാജി പാപ്പൻ തന്നെ ആടിന്റെ 2ാം ഭാഗത്തിൽ പറയുന്നുണ്ട്: മലകൾ വെട്ടിപ്പിടിച്ച് കാട്ടുജന്തുക്കളോട് യുദ്ധം ചെയ്തവരാ എന്റെ പൂർവികരെന്ന്. മാത്രമല്ല, ആട് 3യിൽ കോടതിയിൽ വെച്ച് ജഡ്ജി ഷാജി പാപ്പനോട് പറയുന്നുണ്ട്: നിങ്ങളെപ്പോലെ ഒരാൾ ഒരു ലോകത്തും ഒരു ടൈം ലൈനിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന്. അതിന് മറുപടിയായി ഷാജി പാപ്പൻ പറയുന്നുണ്ട്: എന്നേക്കാൾ വലിയ കില്ലാടികൾ മുൻപുണ്ടായിട്ടുണ്ടെന്ന്. ആട് 1ൽ തലമുറകളായി കൈമാറി വന്ന നീലക്കൊടുവേലിക്ക് വേണ്ടി ഡ്യൂഡിനെ പറഞ്ഞയക്കുന്ന നേതാവിന്റെ പേര് ഹൈദർ സുൽത്താൻ എന്നാണ്. എന്നാൽ ടിപ്പു സുൽത്താന്റെ അച്ഛന്റെ പേരും ഹൈദർ എന്നാണ്. ആടിന്റെ അവസാന ഭാഗത്തിൽ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഒരു ടൈം ലൈൻ ക്രോസ് ഓവർ നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നീലക്കൊടുവേലിയും സ്റ്റാർഡസ്റ്റും പഴയ കഥാപാത്രങ്ങളുമൊക്കെ ഒരുപക്ഷെ റീജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ടായിരിക്കും. സാത്താൻ സേവിയറുടെ കമ്പനിയുടെ പേര് സേവിയർ ആൻഡ് ദാവൂദ് അസോസിയേറ്റ്സ് എന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ദാവൂദിനെ എവിടെയും കാണിക്കുന്നില്ല. ഒരുപക്ഷെ സിനിമയുടെ അവസാന ഭാഗത്തിൽ സാത്താൻ സേവിയറുടൊപ്പം അദ്ദേഹത്തിനും ഒരു പ്രധാന റോൾ ഉണ്ടായിരിക്കുമെന്നും അനുമാനിക്കാം. സിനിമ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.